3095 റേഞ്ചിൽ പ്യുവർ ജോർജറ്റിൽ ലക്നവി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. അത് നല്ല രസമായിട്ടുള്ള ഷെയ്ഡാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത്. ബ്ലാക്കിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വന്നത്. ബ്ലാക്കിൽ നമുക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് കളറിൽ ത്രെഡ് വെച്ചിട്ടും സ്വീക്വൻസ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ട് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടും ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ട ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്ത് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സെയിം പാറ്റേൺ തന്നെ വൈറ്റിലും ബ്ലാക്കിലുമാണ് കാണുന്നത്. പിന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് കോമ്പിനേഷനും കൂടെ, അതായത് എംബ്രോയിഡറിയും കൂടെ വരുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും കൂടെ വന്നിട്ട് അതിൽ ഫുള്ളായിട്ട് സ്വീക്വൻസ് വർക്കും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ മൂന്നിൻ്റെയും കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു സൽവാർ സെറ്റ് കാണാൻ. അത് സിമ്പിളായിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നേക്കുന്നത്. അതായത് നമുക്കിപ്പം യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നെക്ക് ലൈൻ കഴിഞ്ഞിട്ട് ചെറിയ ഒരു കാന്താവർക്ക് പോലത്തെ എംബ്രോയിഡറി ചെയ്ത് ചെറിയ വർക്കായിട്ടാണ് വരുന്നത്. നമുക്കിങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പല്ല, ചെറുതായിട്ട് വന്നിട്ട് അതിൽ ചെറിയ സ്വീക്വൻസ് വർക്ക് കൊടുത്തേക്കുവാണ്. പിന്നെ ടോപ്പിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഡിസൈൻ വന്നിട്ടുണ്ട്. എൻഡിൽ ക്രോഷ്യോയുടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ ഡിസൈൻ സെയിം ഡിസൈൻ തന്നെ വന്നിട്ട് അതിലും ചെറിയൊരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടോ ഈ ഒരു സൽവാർ സെറ്റ് കാണാൻ. ടോപ്പ് പാറ്റേൺ ഇങ്ങനെ വരും. ദുപ്പട്ടയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ട് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ വന്നിട്ട് 4 സൈഡിലും ക്രോഷ്യോയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദുപ്പട്ടയുടെ എൻഡിൽ നല്ലൊരു ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ബോർഡർ കൊടുത്ത് ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്. ക്രോഷ്യോ ലേസ് നമുക്ക് 4 സൈഡിലും ക്രോഷ്യോയുടെ ലേസും വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ സാൻഡൂൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നേക്കുന്നത് സെയിം പാറ്റേൺ വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ക്രോഷ്യോ ലേസ് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വരും. സ്ലീവ് വരുമ്പോഴത്തേക്ക് സ്ലീവിൻ്റെ സൈഡ് പോർഷൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അതിലും ബ്ലാക്ക് കളറുള്ള ലേസാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയും നല്ല രസമായിട്ട് ദുപ്പട്ട വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ചെറിയ സ്വീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ട് എൻഡിലും നമുക്കൊരു ബോർഡർ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. വൈറ്റ് കളറുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ കണ്ട പാറ്റേൺ തന്നെയാണ്. എംബ്രോയിഡറിയിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. കുറച്ചുകൂടെ കുഞ്ഞു കുഞ്ഞ് എംബ്രോയിഡറീസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ടോപ്പിൽ പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയ സ്വീക്വൻസ് വർക്കും ക്രോഷ്യോയുടെ ലേസും ഉണ്ട്. സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടും ദുപ്പട്ട നമുക്ക് ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ട് ക്രോഷ്യോ ലേസിൽ കൊടുത്ത ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്.